നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മകയിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. കൊല്ലവർഷം 1201 ആണ്ടാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. മകയിര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മകയിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. ചപലോ വിശാലദേഹോ ബാല്യേ ശോകാന്യുത പ്രമോദീച്ച ഉത്സാഹി സത്യപരോ ഭീരു ധനവാൻ സുഖി സൗമ്യേ എന്നാണ്. അതായത് മകയിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ചപലതയും പുഷ്ടിയുള്ള ശരീരത്തോടു കൂടിയുള്ളവരുമായിരിക്കും. ബാല്യത്തിൽ ശോകപീഡയുള്ളവരായിരിക്കും. അതായത് ദുഃഖം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. കൂടാതെ സ്ഥിരബുദ്ധി കുറവുണ്ടാകുക, കൂടാതെ ഉത്സാഹവും സത്യവും സമ്പത്തും ഭയവും സുഖവും ഒക്കെ ലഭിക്കുക എന്നതും ഫലമാണ്. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം. മകയിര നക്ഷത്രം 2 കൂറുകളിലായിട്ട് വരുന്നതാണ്. 1ഉം 2ഉം പാദങ്ങൾ ഇടവക്കൂറിലും 3ഉം 4ഉം പാദങ്ങൾ മിഥുനക്കൂറിലും വരുന്ന ഒരു മുറി നക്ഷത്രമാണ് മകയിര നക്ഷത്രം. മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം പ്രതീക്ഷിച്ച ചില കാര്യങ്ങളെങ്കിലും നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിലിലൊക്കെ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി ഉയർന്ന വരുമാനം ഉണ്ടാകുന്ന തൊഴിലിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായം മൂലമോ സ്വർണ്ണപ്പണയം പോലെ മൂലധനം സ്വരൂപിച്ചുകൊണ്ടോ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കഠിന പരിശ്രമം കൊണ്ട് മാത്രമേ ഈ വർഷം എല്ലാ കാര്യങ്ങളും വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. എന്നാൽ അത്തരത്തിൽ ഓരോ രാജ്യത്തെയും അവിടുത്തെ നിയമങ്ങളെയൊക്കെ വ്യക്തമായി പഠിച്ച് മാത്രം മുന്നോട്ട് പോവുക. പ്രണയ സാഫല്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ദൂരങ്ങൾ താണ്ടേണ്ടതായിട്ട് വന്നേക്കാം. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അല്പം കാലതാമസം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. സിവിൽ കേസുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടവും സമയനഷ്ടവും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിജയത്തിലെത്താൻ കാലതാമസം ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ അതിലൊക്കെ വിപരീത ഫലങ്ങളും ഉണ്ടായേക്കാം. സകുടുംബം തീർത്ഥാടനങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ മകയിര നക്ഷത്രക്കാർ അല്പം ജാഗരൂകരാകേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.